ഹായ്, വെൽക്കം ബാക്ക് ടു സുദീപ്സ് ഇംഗ്ലീഷ് കൗൺസിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് നമുക്കറിയാവുന്ന വളരെ സുപരിചിതമായ ഒരു കാര്യം തന്നെയാണ് കണ്ടിന്യൂസ് ടെൻസുകൾ. കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ടെൻസുകൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ ഒരു കാര്യം എഴുതുകയാണ്, എഴുതിയിരുന്നു അല്ലെങ്കിൽ എഴുതുകയായിരുന്നു എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് നേരത്തെ. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു വർത്തമാനകാലത്തിലും കഴിഞ്ഞുപോയ ഭൂതകാലത്തിലും ഒക്കെ നോക്കി ഇന്ന് നമ്മൾ അതേ കാര്യങ്ങൾ വരാൻ പോകുന്ന ഭാവി കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ നോക്കുന്നു. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നതിന് നമ്മൾക്കൊരു ടെൻസ് ഉണ്ട്. ആ ടെൻസിന്റെ പേരാണ് ഫ്യൂച്ചർ, ഭാവി, കണ്ടിന്യൂസ്, തുടർച്ചയായി. സോ ഭാവിയിലെ തുടർച്ചയായി നടക്കുന്ന ടെൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, അത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് ടെൻസുകൾ എപ്പോഴും തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയാണ് കണ്ടിന്യൂസ് ടെൻസുകൾ എന്നൊരു ഹെഡ് വേർഡ് ഉണ്ടെന്നേ ഉള്ളൂ. ഒരു ING ഫോം ഓഫ് ദ വേർഡ് ഉപയോഗിക്കുന്നു. ഒരു ING ഉള്ള വെർബായിരിക്കും നമ്മൾ ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. അതാണ് ഈ കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു പ്രത്യേകത. സോ റിപ്രസെന്റ്സ് എ കണ്ടിന്യൂസ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലെ ഒരു തുടർച്ചയായി നടക്കുന്ന ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു ഭാവിയിലെ ഒരു പ്രത്യേക ഒരു നിശ്ചിത സമയത്തിൽ ഇന്ന കാര്യം തുടർച്ചയായി ഞാൻ ചെയ്യുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കിപ്പം ജസ്റ്റ് നിങ്ങളോട് പറയണം, ഞാൻ നാളെ ഈ സമയത്ത് സിനിമ കണ്ടോണ്ടിരിക്കുകയായിരിക്കും. നാളെ ഈ സമയത്ത്, അപ്പൊ നാളെ ഈ സമയത്ത് തുടർച്ചയായി ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുകയായിരിക്കും എന്ന് എനിക്ക് നിങ്ങളോട് പറയണമെങ്കിൽ ഞാൻ എങ്ങനെ പറയണം? അത് ഈ രീതി വേണം പറയാൻ, അല്ലേ? അപ്പം അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ നാളെ ഈ സമയത്ത്, നാളെ അല്ലെങ്കിൽ ഞാൻ അടുത്ത വർഷം ഈ സമയത്ത് ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുകയായിരിക്കും. അപ്പം ഭാവിയിലെ ഒരു നിശ്ചിത സമയത്ത് തുടർച്ചയായി ഞാൻ ഒരു കാര്യം ചെയ്യുകയായിരിക്കും എന്ന് നമുക്ക് ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം പഠിക്കുന്നത്, ഈ ഒരു ടെൻസ് പഠിക്കുന്നത്. സോ നമ്മളത് അങ്ങനെ പറയുന്നേ. ഫോർ എക്സാമ്പിൾ, ഞാൻ കോഫി കുടിക്കുകയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭാവിയിലെ ഒരു സമയത്തിൽ ഞാൻ കോഫി കുടിക്കുകയായിരിക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ടാകാം, നാളെ ആകാം, ഒരു വർഷം കഴിഞ്ഞിട്ടാകാം, എപ്പോഴെങ്കിലും. അപ്പം ഞാൻ കോഫി കുടിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭാവിയിൽ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളത് ഇംഗ്ലീഷിൽ പറയുന്ന രീതിയാണ് ഐ വിൽ ബി ഡ്രിങ്കിങ് കോഫി. ഐ വിൽ ബി ഡ്രിങ്കിങ് കോഫി എന്ന് പറയുമ്പം ഞാൻ കോഫി കുടിക്കുകയായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഭാവിയിലെ ഒരു സമയത്ത് നമ്മളിത് തുടർച്ചയായി ചെയ്യുകയായിരിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെർബ് നോക്കിക്കേ, ഡ്രിങ്കിങ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഭാവിയിൽ നമ്മൾ തുടർച്ചയായി ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ സെന്റൻസ് നിർമ്മിക്കണമെങ്കിൽ നമുക്കത് എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്? ആദ്യമായിട്ട് ആരെ പറ്റിയാണോ പറയുന്നത്, സബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ആരെ പറ്റിയാണോ ഒരു കാര്യം സംസാരിക്കുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്യുന്നയാൾ, അതാണ് സബ്ജക്റ്റ്. ഞാൻ സ്കൂളിൽ പോകും, ഞാനാണ് സബ്ജക്റ്റ്. നീ സ്കൂളിൽ പോകും, അപ്പോൾ നീയാണ് സബ്ജക്റ്റ്. അവൻ സ്കൂളിൽ പോയി, അവനാണ് സബ്ജക്റ്റ്. അവർ വീട്ടിൽ വന്നു, അവരാണ് സബ്ജക്റ്റ്. ഇനിയും രേഷ്മ നല്ല കുട്ടിയാണ്, രേഷ്മയാണ് സബ്ജക്റ്റ്. അപ്പൊ ആരെ പറ്റി പറഞ്ഞാലും അതാണ് സബ്ജക്റ്റ്. അപ്പം ആരെ പറ്റിയെങ്കിലും പറഞ്ഞാലല്ലേ നമുക്കൊരു കാര്യം പറയാൻ പറ്റൂ. എന്തൊരു കാര്യം നമ്മൾ പറയുന്നത് ആരെയെങ്കിലും പറ്റിയായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എന്നുള്ള ഐ ആണ് സബ്ജക്റ്റ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചേർത്തോളൂ ആ സബ്ജക്റ്റിന്റെ കൂടെ. കാരണം പ്രസന്റ് ടെൻസിലൊക്കെ ഇന്ന സബ്ജക്റ്റിന്റെ കൂടെ ഈസ് വരണം, അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആറ് വരണം, ഐയുടെ കൂടെ ആം വരണം എന്നൊക്കെ സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. പക്ഷെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല. എല്ലാ സബ്ജക്റ്റുകളോടൊപ്പം, അതിപ്പോ ഐ ആയിക്കോട്ടെ, ഹി ആയിക്കോട്ടെ, ഒരാളുടെ പേരായിക്കോട്ടെ, പ്ലൂറൽ വാക്കായിക്കോട്ടെ, വി യൂത് എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിന്റെ കൂടെ ഒരുപോലെ തന്നെയാണ് നമ്മൾ ഈ വെർബുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഈ സാറാം വന്ന വ്യത്യാസങ്ങളൊന്നും ഫ്യൂച്ചറിലില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഐയുടെ കൂടെ നമ്മൾ എങ്ങനെ സബ്ജക്റ്റ് നിർമ്മിച്ചേക്കുന്നത്? ഒരു വിൽ ബി ചേർത്തിട്ടുണ്ട്. അപ്പം ഐ പ്ലസ് വിൽ ബി. ഈ വിൽ ബി എന്നുള്ള ഫോം ഭാവിയിൽ നമ്മൾ തുടർച്ചയായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ ചേർക്കണം. ഈ ഭാവിയിൽ ഞാൻ ഈ കാര്യം ചെയ്യുകയായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വിൽ ബി എന്ന് പറഞ്ഞ ഈ ഓക്സിലറി വെർബുകളാണ്. ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിച്ചാലേ ചെയ്യുക ആയിരിക്കും എന്നുള്ളതാണ് ഈ വിൽബിയുടെ അർത്ഥം. വിൽബിയുടെ അർത്ഥം എന്താണ്? ആയിരിക്കും എന്നാണ് വിൽബിയുടെ അർത്ഥം. ഓക്കെ, അപ്പം ആയിരിക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിൽബി എന്നുള്ള യൂസേജ് ചേർത്ത് ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എല്ലാ സെന്റൻസുകളിലും
ഞാനൊരു കാര്യം ചെയ്യുകയായിരിക്കും, അവൻ അമേരിക്കയ്ക്ക് പോവുകയായിരിക്കും, എന്തോ ആയിക്കോട്ടെ, ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയായിരിക്കും എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ വിൽ ബി ഉണ്ടാകണം. ഇംഗ്ലീഷിൽ പറയുമ്പം ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് വിൽ ബി ആണ്, ഓർത്ത് വെക്കുക. ഇനി കുടിക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ ഡ്രിങ്കിങ് എന്നുള്ള വെർബ് ചേർക്കണം. ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെർബിന്റെ കൂടെ ING ഫോം ആണ്, വെർബിന്റെ ING ഫോം ആണ്, വെർബിന്റെ ING ഫോം. വെർബിന്റെ കൂട്ടത്തിൽ ING ചേർത്ത് നിർമ്മിക്കുന്ന വാക്കാണ് വെർബിന്റെ ING ഫോം എന്ന് പറയുന്നത്. അപ്പം തുടർച്ചയായി നടക്കുന്ന എല്ലാ പ്രവർത്തികൾക്കും നമ്മൾ ING ചേർത്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അത് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെ ഡ്രിങ്ക് എന്നുള്ള വാക്കിന്റെ കൂടെ ING ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് ഡ്രിങ്കിങ്. തുടർച്ചയായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ഡ്രിങ്കോ ഡ്രിങ്ക്സ് ഡ്രങ്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ തുടർച്ചയാണെന്ന് കാണിക്കാൻ വേണ്ടി എപ്പോഴും ING കൂടെ വന്നിട്ടുള്ള ആ ഒരു വാക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഐ വിൽ ബി ഡ്രിങ്കിങ്, ഇങ്ങനെയാണ് നമ്മളൊരു സെന്റൻസ് നിർമ്മിക്കുന്നത്. ഹി വിൽ ബി ഡ്രിങ്കിങ്, ഹി വിൽ ബി ഗോയിങ്, ഹി വിൽ ബി കമ്മിങ്, ഹി വിൽ ബി വാച്ചിങ് TV. അപ്പം എന്തോ ആയിക്കോട്ടെ, അപ്പം വിൽ ബി പ്ലസ് ING അത് മസ്റ്റ് ആണ് ഭാവിയിൽ ഒരു കാര്യം ചെയ്യുകയായിരിക്കും എന്ന് പറയുവാൻ വേണ്ടി. ഓർത്തു വെക്കുക. നമ്മൾ ഈ കുറെ ക്ലാസ്സുകളിലായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങൾ. ആദ്യമായിട്ട് പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരുന്നു. പ്രസന്റ് വർത്തമാനകാലം, ഇപ്പോഴത്തെ സമയം, കണ്ടിന്യൂസ് തുടർച്ചയായി, ഇപ്പോഴത്തെ സമയത്ത് തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങൾ. അതെങ്ങനെയായിരുന്നു? ഞാൻ എഴുതുകയാണ്, ഐ ആം റൈറ്റിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ എഴുതുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ തുടർച്ചയായി എഴുതുകയാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഈ സമയത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് തുടർച്ചയായി ചെയ്യുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ രണ്ടാമത് നമ്മൾ പഠിച്ചിരുന്നു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് ഭൂതകാലം, കഴിഞ്ഞു പോയ സമയം, കണ്ടിന്യൂസ് തുടർച്ച. അപ്പം കഴിഞ്ഞു പോയ സമയത്ത് തുടർച്ചയായി ചെയ്ത കാര്യമായിരുന്നു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഞാൻ എഴുതുകയായിരുന്നു എന്നായിരുന്നു നമ്മളത് പറഞ്ഞു. എഴുതുകയായിരുന്നു, കഴിഞ്ഞു പോയ സമയത്ത് ഞാൻ എഴുതുകയായിരുന്നു, ഞാൻ ആ കാര്യം ചെയ്യുകയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഐ വാസ് റൈറ്റിംഗ് എന്നാണ് നമ്മൾ പറഞ്ഞത്, വാസ് അല്ലേ. അപ്പം ഇവിടെ ഐ വാസ് റൈറ്റിംഗ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വന്നത് ഭാവിയിൽ നമ്മൾ ചെയ്യുകയായിരിക്കും, ഇതേ തുടർച്ച ഭാവിയിലായെന്ന് മാത്രം. അപ്പൊ അതെങ്ങനെയായി? ഐ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഭാവി തുടർച്ച. അപ്പം ഐ വിൽ ബി റൈറ്റിംഗ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഏതായാലും നമുക്ക് ഈ ടെൻസ് കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു നടുക്ക് ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ആണല്ലോ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് ആം ആയിരുന്നു, ഇവിടെ ആമിന്റെ സ്ഥാനം, ഇവിടെ വാസ് ആയിരുന്നു, ഇവിടെ വിൽ ബി ആണ് ഉപയോഗിക്കുന്നത് ഭാവിയിലെ കാര്യം പറയാൻ വേണ്ടി. ഓക്സിലറി എന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന ഒരു ഹെൽപ്പിംഗ് വെർബായിട്ട്, സഹായിക്കുന്ന ഒരു ക്രിയയായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവ. ആണ്, ഇവിടെ അത് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയുമ്പം, ആണ് എന്ന് പറയുമ്പം ഇവിടെ ആയിരുന്നു എന്ന് പറയുന്നു, ഇവിടെ ആയിരിക്കും എന്ന് പറയുന്നു. ആം ഇവിടെ പറയുന്നു ആണ്, വാസ് ഇവിടെ പറയുന്നു ആയിരുന്നു, വിൽ ബി ഇവിടെ പറയുന്നു ആയിരിക്കും. ഓക്കെ, ഈ റൈറ്റിംഗ് എല്ലാം ING ഫോം ഡയറക്റ്റ് ഉപയോഗിച്ചത്, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് സബ്ജക്റ്റ് അനുസരിച്ചാണ്. ഐയുടെ കൂടെ ആയും കൊണ്ട് ആം വന്നു. ഇനി ഹീ വല്ലമായിരുന്നെങ്കിൽ അവിടെ ഈസ് വന്നേനെ, ഇനി ദേ ആയിരുന്നെങ്കിൽ അവിടെ ആറ് വന്നേനെ. അപ്പം ആമിന്റെ അവിടെ നമുക്ക് സബ്ജക്റ്റ് അനുസരിച്ച് ഈസ് വരാം, ആറും വരാം. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരണേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഏത് സബ്ജക്റ്റിന്റെ കൂടെ ഏത് ചേർക്കണമെന്ന് പഠിക്കണമായിരുന്നു. ഇവിടെ വാസും വരാം. ഇനി സബ്ജക്ട് പ്ലൂറൽ ആവുമ്പം ഇവിടെ വി ആയിരുന്നെങ്കിൽ, വി അല്ലെങ്കിൽ ദേ ആയിരുന്നു സബ്ജക്റ്റ് എങ്കിൽ, അവർ ആയിരുന്നു സബ്ജക്റ്റ് എങ്കിൽ ഇവിടെ വേറെ വന്നേനെ. അപ്പം ആയിരുന്നു എന്ന് പറയാൻ വാസും വരാം, വേറും വരാം. അപ്പൊ രണ്ടും നമ്മൾ എപ്പോഴാണ് വാസ് എപ്പോഴാണ് വേറെന്ന് പഠിച്ചിരുന്നു. പക്ഷെ ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ നമ്മൾ ആ കാര്യത്തിൽ നമുക്ക് വളരെ ഒരു രക്ഷയുണ്ട്. നമ്മൾ പഠിക്കണ്ട, നമുക്ക് അങ്ങനത്തെ ഒരു കാര്യമില്ല. എല്ലാ സബ്ജക്റ്റിന്റെ കൂടെ വിൽ ബി, അതിന് ഐ ആണെങ്കിലും ഹി ആണെങ്കിലും ദേ ആണെങ്കിലും ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ വിൽ ബി. അതുകൊണ്ട് തന്നെ നമുക്കിത് പഠിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് പാടുപെട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നാളെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഭാവിയിൽ നമ്മൾ തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്യുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടി വിൽ ബി ഉപയോഗിച്ചാണ് നമ്മൾ പറയേണ്ടത്. ഭാവിയിലെ തുടർച്ചയായി ചെയ്യാൻ പോകുന്ന, ചെയ്യുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടി വിൽ ബിയും ING ഉപയോഗിക്കുക. വിൽ ബിയും INGയും വെർബിന്റെ കൂടെ ചേർക്കുക, പറയുക. അത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഐ വിൽ ബി റൈറ്റിംഗ്, ഹി വിൽ ബി റൈറ്റിംഗ്, ഹി വിൽ ബി പ്ലേയിങ്, ഷീ വിൽ ബി വാക്കിംഗ്, ഷീ വിൽ ബി ഫ്ലൈയിങ്, എനിത്തിങ്, എന്ത് വായിക്കോട്ടെ, പക്ഷെ വിൽ ബി ING. ഈ രണ്ട് കാര്യം മാത്രം ഓർക്കുക. ഓക്കെ, ഏതായാലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സെന്റൻസ് നിർമ്മിക്കേണ്ട എങ്ങനെയാന്ന് മനസ്സിലായി, ഭാവിയിലെ തുടർച്ചയായി ചെയ്യുന്ന കാര്യമെന്ന് മനസ്സിലായി. സോ
ഈ ക്ലാസ്സോടെ എല്ലാവർക്കും ഭാവിയിലെ ഒരു കാര്യം ചെയ്യുകയായിരിക്കും എന്ന് പറയുന്ന രീതി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതേ കണ്ടിന്യൂസ് ടെൻസിന്റെ എല്ലാ ഫോമുകളും, ഒരു ചോദ്യവും നെഗറ്റീവും ക്വസ്റ്റ്യനും ഒക്കെ ചോദിക്കുന്ന രീതികളും അതുപോലെ തന്നെ സിഗ്നൽ വേർഡുകളും ഒക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Till then, bye bye.